ഹേയ്, ഞാനൊരു കഥ ചൊല്ലട്ടുമാ. ആരെയും വില കുറച്ച് കാണരുത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ദേ ഈ ചെടി കേട്ടോ. എന്താണെന്നറിയാമോ, ഒരു കാലത്തുണ്ടല്ലോ, ഒരു വിലയും ഇല്ലാതിരുന്ന വേലികളിലും വലിയ മരങ്ങളിലും ഒക്കെ മാത്രം അന്തേവാസിയെ പോലെ ജീവിച്ചിരുന്ന വെറും കടലാസ് ചെടിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണണേ. ഇന്നിവനൊന്ന് രൂപവും ഭാവവും ഒക്കെ മാറ്റി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബൊഗൈൻ വില്ലയായി. അതെ, പല വീടുകളുടെയും ആകർഷണം തന്നെ ഇന്ന് ഇവനായി മാറിയിട്ടുണ്ട്. ഇന്ന് ഇവനില്ലാത്ത വീടില്ല. ഇവനുള്ള അത്രയും ഡിമാൻഡ് ഇവിടെ ലോകത്ത് മറ്റാർക്കും ഇല്ല. ഒരു പരിധിയിൽ കൂടുതൽ വരുമാനമില്ലാത്തവർക്കൊക്കെ ഇവൻ സ്വപ്ന തുല്യനായി മാറിയിട്ടുണ്ട്. മറ്റ് വീടുകളിൽ നിൽക്കുന്നത് കണ്ട് ആസ്വദിക്കുകയല്ലാതെ വാങ്ങിക്കാനുള്ള കഴിവില്ല എന്ന് പലരും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്രയ്ക്കുണ്ട് ഇവൻ്റെ ഇപ്പോഴത്തെ വില, അല്ലേ? ഇന്ന് ഇവനാണ് ചെടികളുടെ രാജാവ്. ഒരു നഴ്സറിയിൽ ചെന്നാൽ അതും ഇവൻ ഭരിക്കുന്നുണ്ട്. എല്ലായിടത്തും പല രൂപത്തിൽ പല ഭാവത്തിൽ കളം നിറഞ്ഞു നിൽക്കുന്ന ഇവനില്ലെങ്കിൽ വീടിൻ്റെ അലങ്കാരം പൂർണ്ണമാവില്ല എന്ന നിലയിലേക്ക് എത്തി കാര്യങ്ങളൊക്കെ. അതെ, അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഓരോരുത്തരും. നിലവിൽ ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നു എന്നതിലല്ല, മുന്നോട്ട് എങ്ങനെ പോകുന്നു എന്നതിലാണ്. നമ്മൾ ഓരോരുത്തരിലും ഒരു രാജാവ് ഒളിഞ്ഞിരിപ്പുണ്ട്. അറിയോ? നമ്മുടെ രൂപവും ഭാവവും ഒക്കെ മാറ്റിയാൽ നമുക്ക് നമ്മുടേതായ ഒരു ലോകം തുറന്നിരിപ്പുണ്ട്. അവിടം നമുക്ക് ഭരിക്കാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ചിന്താഗതിക്കനുസരിച്ചിരിക്കും. കാട്ടിലും മരത്തിലും മാത്രമായി ഒതുങ്ങണോ, അതോ എല്ലാവരും നിങ്ങളെ തേടി വരണോ എന്നുള്ളത് നമ്മുടെ രൂപഭാവ മാറ്റത്തിനനുസരിച്ചിരിക്കും. ഒരു നാൾ വരും, നമുക്ക് എല്ലാവർക്കും ആ നാളുകൾക്കായിട്ട് പ്രയത്നിക്കാം, അധ്വാനിക്കാം. ഇത് പറയുന്നത് ഇടുക്കി സ്റ്റോറീസാണ് കേട്ടോ. അപ്പോൾ ഈ ബോഗൺവില്ല വസന്തം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ശരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിലും ഈ ബോഗൺവില്ലകൾ ഉണ്ടാവട്ടെ. അതുപോലെ നമ്മുടെ ചിന്താഗതിയിലും മാറ്റം ഉണ്ടാവട്ടെ.